കേട്ടോ അമ്മയുടെ സൂപ്പർ ബിരിയാണി റെസിപ്പി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഓക്കെ. സിമ്പിൾ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിലെ വെള്ളമൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 750 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ കംപ്ലീറ്റ് വെള്ളം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഊറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇതിൽ കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യല്ലേ. അപ്പൊ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒട്ടും ആഡ് ചെയ്യില്ല, മുളക് പൊടി ഒട്ടും ആഡ് ചെയ്യില്ല കേട്ടോ. ഇനി ഉപ്പും അതുപോലെ നിങ്ങൾക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി യൂസ് ചെയ്യാം. ഇവിടെ ഏട്ടന് പറ്റാത്തതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഉപ്പും ലെമണും അതുപോലെ തന്നെ ഗരം മസാല പൊടിച്ചത് വറുത്ത് പൊടിച്ചെടുത്തതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ലെമൺ ഒത്തിരി വേണ്ട കേട്ടോ, ഞാൻ ഇതാ ഇത്രയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ്റെ ഒരു ഉളുമ്പ് മണമുണ്ടല്ലോ അത് പോവാൻ വേണ്ടിയിട്ടുമാണ്. ഇത് ഗരം മസാല വറുത്ത് പൊടിച്ചു വെച്ചതാണ്. അപ്പൊ ഇത് ഏകദേശം ഇത്ര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബിരിയാണിയിൽ അധികം ആരും ചേർക്കില്ല, കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ ഇതാണ് കേട്ടോ. അപ്പൊ ചിക്കനിൽ നന്നായിട്ട് മസാല പരണ്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം നെഗറ്റീവ് കമന്റ് ഇടുക കേട്ടോ, അല്ലാതെ വെറുതെ നെഗറ്റീവ് കമന്റ് ഇടുക. ഒരു തവണ എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരുവിധം ബിരിയാണി ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് കറിവേപ്പില ഞാൻ ഇത്ര എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഇതിൽ കഴിഞ്ഞിട്ടില്ല, ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ ഇത്രയും മസാലകൾ പെരട്ടിയിട്ട് ഇതിങ്ങനെ വെക്കുക. അപ്പൊ അത്യാവശ്യം ഉപ്പും അതുപോലെ ബാക്കി മസാലയുടെ ഗരം മസാലയുടെ ഫ്ലേവർ ഒക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് അടച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മസാലകൾ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ഇതാ പിന്നെ അടച്ചു വെച്ച് ഇവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് കണ്ടോളൂ കേട്ടോ. ഇതാണ് നമ്മളിനി മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാൻ പോകുന്നത്. ചതക്കല്ല, കുറച്ച് നല്ല രീതിയിൽ അരച്ചെണ്ണ എടുക്കും കേട്ടോ. ഇതാ 2 ചെറിയ കഷ്ണം പട്ടയാണ് എടുത്തിട്ടുള്ളത്, ആർഭാടാക്കരുത് കേട്ടോ. പിന്നെ ഇത് ഒരു ഏലക്കായ, 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെരിഞ്ജീരകവും കുറച്ചേ ഉള്ളൂ കേട്ടോ. പെരിഞ്ജീരകവും സാദാ ജീരകവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കഷ്ണത്തിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പച്ചമുളക് കുറച്ചുകൂടെ എരിവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പച്ചമുളക് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടിച്ചിട്ട് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളക് അധികം ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മോനുള്ളത് കൊണ്ടാണ് ഞാൻ എരിവ് കുറച്ചിടുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാതെ. രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതിലും കൂടുതൽ അരയണ്ട, ഈ ഒരു രീതിയിൽ മതിയാവേ. ഈ ഒരു മസാലയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല ബിരിയാണിയുടെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, നമ്മൾ ഈ മസാല ഇങ്ങനെ അരച്ചതുകൊണ്ട്. ഇനി ഞാൻ ഏകദേശം ഇതാ ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മളുടെ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാണ് കേട്ടോ. കണ്ട, ഇനി ഇതിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാണ്. നന്നായിട്ട് തിരുമ്മി വെച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പുണ്ടല്ലോ, നമ്മൾ കറക്റ്റ് ഇടുന്നതിനെക്കാട്ടിയും ഒരു നുള്ള് അധികം ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഉപ്പ് നല്ല കുഴിയാണ് ഇതിൽ പിടിച്ചിട്ടുണ്ടാവണം. ഇനി കഴിഞ്ഞാൽ ചോദിച്ചായില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സംഭവം കൂടിയുണ്ട്. ഇത് നന്നായിട്ട് ഇവിടെ പെരണ്ട് ഇരിക്കട്ടെ. ആ സമയം നമുക്കൊരു അടിപൊളി സംഭവം കൂടെ തയ്യാറാക്കാം കേട്ടോ. ഞാൻ ഏകദേശം ഈ ഒരു 3 വലിയ സവാള എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം നമ്മളുടെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചിക്കന് വേണ്ടിയിട്ടും രണ്ടിനും കൂടി എടുക്കുന്നതാണ്. അപ്പൊ ഇതിൽ മുഴുവനായിട്ട് നമ്മൾ വറുത്തെടുക്കില്ല, ഒരു 3/4 ഭാഗം വറുത്തെടുക്കും, ഒരു 1/4 ഭാഗം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ കട്ട് ചെയ്യട്ടെ. ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. കണ്ണ് നീര് പണ്ടാരടങ്ങുന്നുണ്ട്. മുകളിലൊന്ന് കഴുകിയിട്ട് വരാം. ടാസ്ക്കാണ്. നമ്മളുടെ പാനിൽ വെച്ചിട്ടാണ് ഞാൻ എന്തായാലും ഉള്ളി വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചല്ലേ എണ്ണ വേണ്ടിയുള്ളൂ. അപ്പോൾ എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ അത് നിങ്ങളുടെ ഒരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണയിലാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. ഇനി ഈ എണ്ണ തന്നെയാണ് കേട്ടോ ബാക്കി ബിരിയാണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഈ ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യില്ല കേട്ടോ. തൊടല ഈ ഉള്ളി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല കേട്ടോ. ഒരു 3/4 ഭാഗം മാത്രം ആക്കി വെച്ചിട്ട് 1/4 ഭാഗം മാറ്റി വെക്കും. അത് നമ്മൾ മസാല ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക 1/4 ഭാഗം. ഈ 3/4 ഭാഗത്തിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ലാസ്റ്റ് ഡെക്കറേഷൻ ഉണ്ടല്ലോ ബിരിയാണിയുടെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും കേട്ടോ. ഞാൻ ഉള്ളി ഒന്ന് ഇതുപോലെ ഞെരടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, വേഗത്തിലാക്കി കിട്ടുമല്ലോ.
അത്യാവശ്യം കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരേ രീതിയിൽ കിട്ടേണ്ടത്. ഇപ്പം എല്ലാം കനം കുറച്ചിട്ടും നല്ല ഉള്ളത് കിട്ടും. കണ്ണിന്ന് വെള്ളം വന്നപ്പോൾ ഞാൻ ഏകദേശം തട്ടിക്കൂട്ടി അങ്ങ് എടുത്തു. പിന്നെ നമുക്ക് കണ്ണ് കാണാണ്ട് അരിയല്ലോ, അങ്ങനെയാണ് കേട്ടോ അരിഞ്ഞത്. ഈ ബിരിയാണിക്ക് ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഉള്ളി വഴറ്റുക അതിൻ്റെ ഒക്കെ ഒരു ക്ഷമയുണ്ടല്ലോ, അത് മാത്രമേ വേണ്ടൂ. അതിപ്പോൾ എല്ലാ ബിരിയാണിക്കും വേണമല്ലോ അല്ലേ. എന്തായാലും ചിക്കൻ വറുത്തെടുത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ പൊന്നു മക്കളെ, ഇത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഉള്ളി വഴറ്റലും അതുപോലെ ഇതുപോലെ വറക്കലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മടി പിടിച്ച പരിപാടിയാണ്. എന്നാലും ടേസ്റ്റ് ആലോചിക്കും നമ്മൾ ചെയ്യാണ്ടിരിക്കുകയില്ല. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഇത് നമുക്ക് ചിക്കനിൽ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഈ ഉള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഞെരടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും കുറച്ച് സമയം വെക്കണേ, ഒരു 1/4 മണിക്കൂറൊക്കെ അങ്ങനെ വെക്കാം. അപ്പോൾ ഈ ഉള്ളിയുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം തന്നെ ബിരിയാണി ആയ മണം വരുന്നുണ്ട് കേട്ടോ. ഇതാ, ഇനി ഇതിങ്ങനെ മസാല പെരണ്ട് അവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ബിരിയാണി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യമുള്ള അളവെടുക്കാം. ഞാൻ ഇതിലാണ് കേട്ടോ അളവെടുക്കുന്നത്. ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്, കാരണം ഇവിടെ ബിരിയാണി ഏട്ടന് വലിയ ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ. എനിക്ക് മോനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഏകദേശം 1.5 പോരെ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒറ്റ അരിയും വേസ്റ്റ് ആയിട്ട് പോവില്ല, അതാണ്. വീട് പോയാ പരി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിനി ഇതുപോലെ വെച്ചാൽ മതി, വെള്ളം ഊർന്ന് പോയിക്കോളൂ കേട്ടോ. അവൻ ഇടുന്ന് മഞ്ഞൾപ്പൊടി കൊണ്ട് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത്. അപ്പൊ ഇതിലാണ് കേട്ടോ നമ്മൾ ചോറുണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. ഈ ഒരു പാത്രത്തിലാവുമ്പോൾ, കുക്കറിലാവുമ്പോൾ 1.5 ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ. ഇനി കണ്ടോ, ഇതിലാണ് നമ്മൾ മസാല ഉണ്ടാക്കി എടുക്കുന്നത്. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇതിലുണ്ടാക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം. ഇനി നമ്മളുടെ ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ ഇതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഉണ്ടല്ലോ കുറച്ച് പുതിന നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് അടച്ചു വെച്ച് വേവട്ടെ കേട്ടോ. നമ്മളുടെ നെയ്ച്ചോറ് റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഗ്രേവിയിൽ തന്നെ നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പൊ ഞാൻ കുറച്ച് ചോറ് ഇതിലേക്ക് മാറ്റി വെക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ
നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ഇപ്പൊ നല്ല കളർ വന്നിട്ടുണ്ടോ, നല്ല ബീഫ് ബിരിയാണിയുടെ ഒക്കെ ഒരു കളർ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇതിന്. ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില ഇടണമെങ്കിൽ ഇടാം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ കേട്ടോ. എനിക്ക് പുതിനയിലയുടെ ഒരു ടേസ്റ്റ് അധികം ഇഷ്ടമല്ല. അതിന്റെ മുകളിൽ ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. സെറ്റ് ആയിട്ടുണ്ട്, ബിരിയാണി നമ്മൾ സെറ്റ് ആക്കി എടുത്തു. ഇനി ഇതിൽ വേണമെങ്കിൽ മഞ്ഞളിൽ ഇത്തിരി പാലും കൂടെ കലക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എന്ത് വേണമെങ്കിൽ മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇതുപോലെ അടച്ചു വെച്ച് കുറച്ച് നേരം ദമ്മിടുകയാണ്. സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു തവണയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് പറയാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിനയില നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക്. അപ്പൊ എന്താ നോക്കട്ടോ.